ഒരു ബജറ്റിനെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഏറ്റവും പ്രധാനം അടിസ്ഥാന വർഗത്തെ എങ്ങനെ ആ ബജറ്റ് കണ്ടിരിക്കുന്നു എന്നതാണ്. ഏറ്റവും വലിയ വിഭാഗമാണ്, അവർക്കുതകുന്ന എന്തൊക്കെ ആ ബജറ്റിലുണ്ട് എന്നതാണ് വളരെ പ്രധാനം. നമുക്കറിയാം, കേന്ദ്രത്തിനെതിരെ ഏറ്റവും ഒടുവിൽ ഈ സർക്കാർ പോർമുഖം തുറന്നത് തൊഴിലുറപ്പ് പദ്ധതിയിൽ വരുത്തിയ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ ഇല്ലാതാക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിന്റെ പേരുമാറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തി വലിയ സമരം ആണ് സംസ്ഥാനം പ്രഖ്യാപിച്ചിരുന്നത്. അപ്പോൾ ആ വിഭാഗത്തോട് എങ്ങനെയാണ് സർക്കാർ ഈ ബജറ്റിൽ കരുതൽ കാട്ടുന്നത് എന്ന് നോക്കിയാൽ, സംസ്ഥാനത്തെ തൊഴിലുറപ്പ് പദ്ധതിക്ക് ആവേശം പകരുന്ന ഒരു പ്രഖ്യാപനമാണ് ധനമന്ത്രി KN ബാലഗോപാൽ നടത്തിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ തൊഴിലുറപ്പ് മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയാകുന്ന സാഹചര്യത്തിൽ പദ്ധതി കുറ്റമറ്റ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ 1000 കോടി രൂപ അധികമായി സംസ്ഥാന സർക്കാർ വകയിരുത്തിയിരിക്കുന്നു. കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം വെട്ടിക്കുറയ്ക്കുന്നതിനെതിരെ രൂക്ഷമായ വിമർശനമുയർത്തിയ മന്ത്രി സാധാരണക്കാരുടെ ഉപജീവന മാർഗം സംരക്ഷിക്കാൻ സംസ്ഥാനം പ്രതിജ്ഞാബദ്ധമാണ് എന്ന് വ്യക്തമാക്കുക കൂടിയാണ് ഈ ബജറ്റ് അവതരണത്തിൽ ചെയ്തിരിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതി ഏറ്റവും മികച്ച രീതിയിൽ നടപ്പാക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്നും കേന്ദ്രത്തിന്റെ തടസ്സങ്ങൾക്കിടയിലും പദ്ധതി കാര്യക്ഷമമായി നടപ്പാക്കാൻ ഈ അധിക തുക സഹായിക്കുമെന്നും ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി പറഞ്ഞു. സാധാരണക്കാരായ തൊഴിലാളികൾക്ക് വേതനവും തൊഴിൽ ദിനങ്ങളും ഉറപ്പാക്കുന്നതിൽ കേരളം രാജ്യത്തിന് മാതൃകയാകുമെന്ന പ്രഖ്യാപനത്തോടെയാണ് മന്ത്രി ഈ വിഹിതം ഇതിനുവേണ്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളെയും സംബന്ധിച്ച് ഇതൊരു തിരിച്ചടിയാണ്. പ്രത്യേകിച്ച് BJP ഇതര രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് അവിടെ കേരളം ഒരു മാതൃക സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ പ്രഖ്യാപനം ഇന്ന് നടത്തിയിരിക്കുന്നത്. കാർഷിക മേഖലയ്ക്ക് കരുതലായി രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് മാറുന്നത് കൂടി നമ്മൾ കണ്ടു. സംസ്ഥാനത്തെ കാർഷിക രംഗം മെച്ചപ്പെട്ടുവെന്നും കാർഷിക മേഖലയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. കാർഷിക മേഖലയ്ക്ക് 2024 കോടി രൂപയാണ് ഈ ബജറ്റിൽ മാറ്റിവെച്ചിരിക്കുന്നത്. കേര പദ്ധതിക്ക് 1000 കോടി, നെല്ല് സംയോജിത പദ്ധതിക്ക് 150 കോടി, കാർഷിക സർവകലാശാലയ്ക്ക് 72 കോടി, സമഗ്ര പച്ചക്കറി കൃഷി വികസനത്തിനായി 78.45 കോടി, ഹൈടെക് കൃഷിക്ക് 10 കോടി, ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി 5.25 കോടി രൂപ എന്നിവയാണ് പ്രഖ്യാപിച്ചത്. യുവതലമുറയെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ പ്രത്യേക പദ്ധതികളും അവതരിപ്പിക്കുന്നുണ്ട്. ഫിഷറീസ് വകുപ്പിനെയും സംസ്ഥാന സർക്കാർ ചേർത്ത് നിർത്തി. മത്സ്യത്തൊഴിലാളികളുടെ ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതിക്ക് 10 കോടി രൂപ അനുവദിക്കും. ഫിഷറീസ് വകുപ്പിനാകെ 279.12 കോടി രൂപയാണ് പ്രഖ്യാപിച്ചത്. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന് 35.33 കോടി രൂപയും കേരള ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് സർവകലാശാലയ്ക്ക് 37.5 കോടി രൂപയും പ്രഖ്യാപിച്ചു. കേരളത്തിലെ കാർഷിക രംഗം 2011-12 മുതൽ തളർച്ചയിലായിരുന്നു. എന്നാൽ ഈ തളർച്ചയുടെ ഘട്ടത്തെ നാം കഴിഞ്ഞ 5 വർഷങ്ങളിൽ മറികടന്നു. കാർഷിക മേഖലയിലെ വളർച്ച ഇന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നു. കേരള ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ കേര എന്ന ബൃഹത്തായ പദ്ധതി കേരളത്തിൽ നടപ്പാക്കി വരുന്നു. കേരള പദ്ധതിക്കായി 100 കോടി രൂപ നീക്കിവെക്കുന്നു. നെല്ലിന്റെ സംഭരണ വില ഈ സർക്കാർ കിലോയ്ക്ക് 30 രൂപയായി വർദ്ധിപ്പിച്ചു. സർ കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്ന 95% നെല്ല് സർക്കാരാണ് സംഭരിക്കുന്നത്. നിലവിൽ PRS വായ്പാ രീതി ഒഴിവാക്കി പ്രാഥമിക സഹകരണ സംഘങ്ങൾ വഴി കർഷകർക്ക് സംഭരണ സമയത്ത് തന്നെ നേരിട്ട് പണം നൽകുന്ന പുതിയ ദ്വിതല സംഭരണ സംവിധാനമാണ് നടപ്പാക്കുന്നത്. കേരള ബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെയും ഡിജിറ്റൽ പോർട്ടലിന്റെ മേൽനോട്ടത്തിലും വരാനിരിക്കുന്ന സീസൺ മുതൽ തന്നെ ഈ സംവിധാനം നിലവിൽ വരും. നെല്ല് വികസന പദ്ധതികളുടെ സംയോജനത്തിനായി 150 കോടി രൂപ വകയിരുത്തുന്നു. സാർ സമഗ്ര പച്ചക്കറി കൃഷി വികസനത്തിനായി 78.45 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വിവിധ പദ്ധതികൾ ഏറ്റെടുക്കുന്നതിന് VFPCക്ക് 18 കോടി രൂപയും കൃഷി വകുപ്പിന്റെ വിവിധ പച്ചക്കറി വികസന പ്രവർത്തനങ്ങൾക്കായി 60.45 കോടിയും രൂപ ഉൾപ്പെടുത്തുന്നു. കർഷകരുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ വനം വന്യജീവി സംരക്ഷണത്തിന് 6 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. മനുഷ്യ വന്യജീവി സംഘർഷം തടയാൻ 100 കോടി രൂപയും വനസംരക്ഷണത്തിന്റെ അടിസ്ഥാന വികസനത്തിനായി 50 കോടി രൂപയും പ്രഖ്യാപിച്ചതുകൂടി ചൂണ്ടിക്കാട്ടുകയാണ്. ജനപക്ഷ പ്രഖ്യാപനമാണ് സർക്കാർ ബജറ്റിലൂടെ നടത്തിയിരിക്കുന്നത്. ക്ഷേമനിധിയിൽ അംഗങ്ങളായ ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളികൾക്ക് വളരെ കുറച്ച് വിഹിതം ഈടാക്കിക്കൊണ്ട് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം, ഇപ്പോൾ ചികിത്സ സർക്കാർ ഇതര ആശുപത്രികളിൽ വലിയ ബുദ്ധിമുട്ടേറിയ കാര്യമായി സാധാരണക്കാരന് മാറുമ്പോൾ അവിടെ കുറഞ്ഞ വിഹിതം ഈടാക്കിക്കൊണ്ട് ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നു. ക്യാൻസർ, എയ്ഡ്സ് രോഗികളുടെ പ്രതിമാസ പെൻഷൻ 1000 രൂപയാക്കി ഉയർത്തിയ സംസ്ഥാനത്ത് 42 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ മാനദണ്ഡങ്ങൾക്ക് പരിധിക്ക് പുറത്തുള്ള കുടുംബാംഗങ്ങൾക്കായി ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിക്കുന്നു. ചെറിയ തുക അടച്ചു ചേരാൻ കഴിയുന്ന ഇൻഷുറൻസ് പദ്ധതി ബജറ്റ് വർഷം തന്നെ നടപ്പാക്കും. ഇതിനായി 50 കോടി രൂപയാണ് നീക്കിവെച്ചിരിക്കുന്നത്. സ്വർണ്ണപ്പണി
ലോഹപ്പണിക്കാർ, കൽപ്പണിക്കാർ, തച്ചുപണിക്കാർ, കരകൗശല തൊഴിലാളികൾ തുടങ്ങി പരമ്പരാഗത തൊഴിലാളികൾ ധാരാളമുള്ള ആർട്ടിസാൻസ് മേഖലയിലെ തൊഴിലാളികൾക്ക് സംരക്ഷണം ഉറപ്പുവരുത്താനുള്ള നീക്കങ്ങളുണ്ട്. ഇവരുടെ തൊഴിലുകൾ സംരക്ഷിക്കാനും ആധുനികവൽക്കരിക്കാനുമുള്ള സഹായം പ്രഖ്യാപിച്ചിരിക്കുന്നു. ആധുനിക തൊഴിലുപകരണങ്ങൾ വാങ്ങുന്നതിനായി സർക്കാർ സഹായം നൽകും. 50% സർക്കാർ സബ്സിഡിയോടുകൂടി ഈ ആധുനിക ഉപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള ധനസഹായം ലഭ്യമാക്കുന്ന പദ്ധതിക്കായി 5 കോടി രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത്. മൺപാത്ര നിർമ്മാണ മേഖലയെ പ്രോത്സാഹിപ്പിക്കാൻ 1 കോടി രൂപ അധികമായി നീക്കിവെച്ചു. ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് മറ്റ് ഒരു ആശ്വാസം കൂടിയുണ്ട്. പരിസ്ഥിതി സൗഹൃദമായ ഇലക്ട്രിക് ഓട്ടോകൾ വാങ്ങാൻ താൽപര്യമുള്ള തൊഴിലാളികൾക്ക് 40,000 രൂപ ധനസഹായമായി നൽകും. വായുമലിനീകരണം കുറയ്ക്കാനും തൊഴിലാളികളുടെ ഇന്ധനച്ചെലവ് ലാഭിക്കാനുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ മധ്യവർഗത്തെ സർക്കാർ എങ്ങനെ കരുതുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അവിടെ സർക്കാർ എടുത്തിട്ടുള്ള കരുതൽ നടപടികൾ എന്തൊക്കെയാണ് എന്ന് നോക്കിയാൽ സർക്കാർ ജീവനക്കാർക്ക് വമ്പൻ പ്രഖ്യാപനമാണ് സംസ്ഥാന സർക്കാരിന്റെ ഈ ബജറ്റിൽ ഉള്ളത്. 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതോടെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.